എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് ഒരു തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തമ്മിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയത്. അപ്പോൾ തമ്മിലിൻ്റെ ഇതൊന്ന് ഞാൻ വായിക്കാം. തമ്മിൽ കൊടുത്തിരിക്കുന്നത് അച്ഛൻ മകൾക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കണം ഗിൽമാരാർ ആദ്യമായി ഇത്രയും ഉണ്ടായി കാണിക്ക് എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതെന്താണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തമ്മിൽ ടൈറ്റിലായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാമെന്ന് ഓർത്ത്. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈത്രേയൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ, ആ ഒരു മൈത്രേയൻ പറഞ്ഞ ചില കാര്യങ്ങളോട് അഖിൽ മാരാർ റിയാക്ട് ചെയ്യും. അഖിൽ മാരാറിൻ്റെ സംഭവങ്ങൾ ഈ രാജ് റിയാക്ട് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, പുള്ളിയുടെ പേര് രാജ് എന്നാണ് തോന്നുന്നു, അതിൽ പുള്ളി റിയാക്ട് ചെയ്യും. പുള്ളിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനും കൂടി റിയാക്ട് ചെയ്യാൻ ഓർത്ത്, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനും റിയാക്ട് ചെയ്യാൻ ഓർത്ത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ലോകത്ത് അതിർത്തികളൊക്കെ ഇല്ലാതാവണം, പക്ഷെ സ്വന്തം പെട്ടി മതിൽ കിട്ടി വയ്ക്കും. വിവാഹം സങ്കല്പം ഇതൊന്നും പാടില്ല. അച്ഛൻ മകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം, അച്ഛൻ അമ്മയ്ക്ക് ഗർഭം, അതായത് മകൻ അമ്മയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കണം. ഇത് ജസ്റ്റ് ഫസ്റ്റത്തെ വീഡിയോയുടെ ഒരു ഹുക്ക് പോലെ കൊടുത്തേക്കുന്നതാണ്, അതിൻ്റെ ഒരു കുറച്ച് ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇത് ഇനിയാണ് നമ്മൾ വീഡിയോയിലേക്ക് പോകാണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ രാജ് എന്ന് പറഞ്ഞ ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അഖിൽ മാരാറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒപ്പോസ് ചെയ്തുകൊണ്ടും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും എന്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ, ഇതിലല്ല എന്റെ രാഷ് ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഒരു ഇന്റർവ്യൂ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇന്റർവ്യൂയിലാണ്, അതായത് അഖിൽ മാരാറിന്റെ ഒരു ഇന്റർവ്യൂ, മൈത്രേയനെ കുറിച്ച് പറയുന്ന ഒരു ഇന്റർവ്യൂ. അതിനകത്ത് അഖിൽ മാരാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. വ്യക്തിപരമായിട്ട് ആരോടും പുള്ളിക്ക് എതിർപ്പില്ല. അവര് പറയുന്ന നിലപാടിനോട്, അല്ലെ അവർ പറയുന്ന അഭിപ്രായത്തോടാണ് അവർക്ക് എതിർപ്പ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കും മാരാറിനോട് ഒരു വ്യക്തി വൈരാഗ്യമോ എനിക്കില്ല. അത് തന്നെ ഞാനും പറയാം. എനിക്കും അപ്പൊ മാരാറിനോടോ അല്ലെങ്കിൽ ഈ ഒരു രാജ് എന്ന് പറഞ്ഞ പുള്ളിയോട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എതിർപ്പില്ല. നിങ്ങൾ പറയുന്ന ആ ഒരു ആശയത്തിനോടുള്ള കാര്യങ്ങളാണ് ഞാൻ എതിർപ്പെന്നല്ല, അത് ഞാൻ മനസ്സിലായ രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതൊന്നും എതിർക്കുമല്ല, ഞാൻ ജസ്റ്റ് എനിക്ക് എങ്ങനെ മനസ്സിലായെന്നുള്ള രീതി ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നു. എന്റെ അഭിപ്രായം ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തി പറയുന്ന അഭിപ്രായം എനിക്ക് യോജിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് എന്റെ അഭിപ്രായമായിട്ട് ഇവിടെ പറയും. ഇപ്പം പല കേസുകളിലും അഖിൽ മാരാറിന്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ എന്റെ എതിർപ്പ് ഞാൻ അവിടെ എന്ത് പറയുന്ന പുള്ളിയുടെ അഭിപ്രായവും ശരിയാവണമെന്നില്ല, അതും തെറ്റിപ്പോവാം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒരു യൂട്യൂബ് വീഡിയോസിൽ വന്നിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അതേപറ്റി കുറച്ചുകൂടി ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്ന വ്യക്തി അത് ഏത് പെർസ്പെക്റ്റീവാന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുള്ളി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്, കാഴ്ചപ്പാട് എന്നിട്ടാണ് അത് പറയുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മളത് വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവും അത് തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ അത് നമ്മളും റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് സമൂഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഏത് രീതിയിൽ പോകണം എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാവും. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ എന്ത് റിയാക്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി റിസർച്ച് ചെയ്യുക, കുറച്ചും കൂടി അതിൻ്റെ ഇൻഫർമേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ വ്യക്തിയുടെ തന്നെ പല വീഡിയോസ് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നുള്ള പല വീഡിയോസും ഉണ്ടാവും. മിക്കവാറും എനിക്ക് തോന്നുന്നു ജനകീയ കോടതിയുടെ ഒരു എപ്പിസോഡ് എടുത്താൽ ആയിരിക്കും റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. മൈത്രേൻ്റെ ഏത് വീഡിയോ കണ്ടിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അറിയില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ജനകീയ കോടതിയിൽ ഹാഷ്മി രാഹുൽ ഈശ്വർ മൈത്രേൻ എപ്പിസോഡിലുള്ള ആ ഒരു ഇതാണ് കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി കേട്ടു. മാരാറിന്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ എന്റെ എതിർപ്പ് ഞാൻ അവിടെ എന്ത് ചെയ്തു, അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് എതിർപ്പാണുള്ളത്. അതുപോലെ തന്നെ ഞാൻ വന്ന് പറയുന്നുണ്ട്, ഇത് ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഈ മൈത്രേയൻ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ പുള്ളി പറയുന്നത് മൈത്രേയൻ സമൂഹത്തെ നശിപ്പിക്കാനായിട്ടുള്ള പ്രസ്താവനകൾ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മൈത്രേയൻ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രസ്താവനകൾ പറഞ്ഞു നോക്കാം. തീർച്ചയായിട്ടും അത് സമൂഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവന ആണെന്നുണ്ടെങ്കിൽ ഞാനും അത് എതിർക്കുന്നതായിരിക്കും. എന്നാലും എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് നോക്കാം. എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലരും വന്നിട്ട് മൈത്രേയന്റെ കുറെ ആൾക്കാർ വന്നിപ്പോ കമന്റ് ചെയ്യാൻ എന്നൊക്കെ മൈത്രേയന്റെ അഭിപ്രായത്തിന് എതിരായി നിന്നുകൊണ്ട് നേടിയിട്ടുണ്ട്. അവിടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് പുള്ളി പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ബുദ്ധിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. ഞാൻ അങ്ങനെ കമന്റ് ഇടുന്നവരോട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്നും കൂടി ഒന്ന് പറയുക. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും എന്താണ് മനസ്സിലാക്കുക, കാരണം ഈ പുള്ളിയുടെ വീഡിയോയുടെ അടിയിൽ കുറെ പേര് കമന്റ്സ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള സംഭവം. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോയുടെ യൂട്യൂബ് ലിങ്ക് ഈ രാജ് എന്ന് പറഞ്ഞ പുള്ളിക്ക് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. ഈ പുള്ളിയുടെ വീഡിയോയുടെ യൂട്യൂബിൻ്റെ അടിയിൽ ഞാൻ ലിങ്കായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക്
അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവണല്ലോ. എനിക്ക് പുള്ളി പറഞ്ഞപ്പോൾ മനസ്സിലായത് എന്ത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾക്ക് പുള്ളി പറയുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വന്നത്തെ. കാരണം പല ആൾക്കാരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പലതും പല രീതിയിലായിരിക്കും അവർ സ്വീകരിക്കുന്നത്. ചിലർ തെറ്റായിട്ടും ചിലർ ശരിയായിട്ടും ഒക്കെ ആയിരിക്കും ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടിൽ പലതും സ്വീകരിക്കുന്നത്. കാരണം നമ്മൾ എന്താ പറയുക, എന്തുണ്ടെങ്കിലും അമ്മയെ തല്ലിയാൽ രണ്ടു വിഷയം പറയുന്നുള്ള ഇതൊക്കെ പറയല്, അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം അതിനെപ്പറ്റി ഇൻഫോർമേഷൻ ഉണ്ടെന്നുള്ളത്, നമ്മൾ ഏത് വാല്യൂസിലാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്, മോറൽ വാല്യൂസ് ആണോ അല്ലെങ്കിൽ റിലീജിയസ് വാല്യൂസ് ആണോ, അല്ലെങ്കിൽ ജനാധിപത്യം റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ആണോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഏത് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും വിലയിരുത്തുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ വ്യത്യസ്തമായിരിക്കും മറ്റൊരാളിൽ നിന്ന്. നിങ്ങൾക്ക് പുള്ളി പറയുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വന്നത്തെ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്നൊരൊറ്റ വാക്ക് നിർത്താൻ നിനക്ക് എന്താണ് മനസ്സിലായത് അത് ഇന്നെ കൂടെ ഒന്ന് പറഞ്ഞു. എനിക്കെന്താണ് മനസ്സിലായെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പുള്ളിയുടെ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനും പറയുന്നു, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ 100% ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങളത് അതേപോലെ തന്നെ റിസീവ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞാനും മനസ്സിലാക്കിയ കാര്യം എൻ്റെ രീതിയിൽ ഷെയർ ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ മൈത്രൻ പറഞ്ഞ പ്രസ്താവനകളെ എതിർത്തുകൊണ്ട് അഖിൽ മാരാർ പറയുന്നുണ്ട്. ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ അഖിൽ മാരാറിന്റെ കൂടെയാണ്. അപ്പോൾ ഈ പുള്ളി പറയുന്നത് അഖിൽ മാരാറിന്റെ കൂടെയാണ്. അഖിൽ മാരാർ പറയുന്ന അതേ അഭിപ്രായം തന്നെയാണ് ഈ രാജ എന്ന് പറഞ്ഞ ചേട്ടനും എന്നാണ് പറയുന്നത്. നമുക്കപ്പോൾ എന്താണ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. പറയുകയും കൂടി ചെയ്തു. അഖിൽ മാരാർ എന്താണ് പറഞ്ഞത് നമുക്ക് അതൊന്നും കൂടി ആ ഒരു വീഡിയോയില് കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് മനുഷ്യരെല്ലാം വ്യത്യസ്ത തലത്തിലാണെന്ന് തിരിച്ചറിയാതെ എല്ലാവരും എന്നെ പോലെ ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് മൈത്രേന്റെ കുഴപ്പം. ഇപ്പം അദ്ദേഹം ജനകീയ കോടതിയിൽ വന്ന് ചർച്ചയ്ക്കിരുന്നു. ഒരു ഇച്ചിരി മയക്കുമരുന്ന് അടിച്ചിട്ട് ഒന്ന് ചർച്ചയ്ക്കിരിക്കാൻ ചോദിക്കും പുള്ളിയെടുത്ത്. ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൈത്രനെ അവിടുത്തെ പൂട്ടിക്കെട്ടിയാൻ പറഞ്ഞു വിട്ടാണ്. ഹാഷ്മിക്ക് കൗണ്ടർ സംസാരിക്കാൻ അറിയാത്തതിൽ പറ്റിയ പാളിച്ചയാണ്. H2SO എന്ന് പറയുന്നതും നമ്മളെ മറ്റേന്താ മയക്കുമരുന്ന് കെമിക്കലാണ്. MDMA കെമിക്കൽ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വെള്ളം കെമിക്കൽ അല്ലേ, H2O കെമിക്കൽ അല്ലേ. ഇത് കെമിക്കലാണ്. ഈ ലോകത്തുള്ള എല്ലാം കെമിക്കലാണ്, എല്ലാ ഓർഗാനിക് ബോണ്ടിങ്ങിലൂടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള. പക്ഷേ അത് ഗുണമാണോ ദോഷമാണോ, ഇത് ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് ഏത് രീതിയിൽ എഫക്ട് ചെയ്യുന്നു, ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട് ആണോ MDMA കഴിച്ചാൽ ഉണ്ടാകുന്നത്, ഇയാളുടെ ഓരോ കാര്യം. ഓക്കെ, ഇതാണ് പുള്ളി ആദ്യം പറയുന്നത്. ആദ്യം തന്നെ പുള്ളി പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം പുള്ളി ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. കാരണം മൈത്രന്റെ വീഡിയോസിൽ പറയുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നതിനെ നിങ്ങൾ ചിന്തിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനെ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മൈത്രേന്റെ വീഡിയോസിൽ പറയുന്നത്. അത് ബാക്കിയുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അല്ലാതെ ഞാൻ പറയുന്ന വഴി പോകണം എന്നുള്ള സംഭവങ്ങൾ പറയുന്നില്ല. മനസ്സിലായില്ലേ? പുള്ളി പറയുന്നത് ശരിയാണെന്ന് ഉള്ളത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല. അത് നിങ്ങളുടെ ബോധ്യത്തിൽ എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്, ആ ഒരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല പല മോറൽ വാല്യൂസ്, അല്ലെങ്കിൽ പല റിലീജിയസ് വാല്യൂസ്, അല്ലെങ്കിൽ പല മനുഷ്യത്വപരമായിട്ടുള്ള വാല്യൂസ്, അത് വെച്ചിട്ടാണ് ഈ സമൂഹത്തിൽ മനുഷ്യന്മാർ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ അറിയുന്ന ഒരാളാണ് മൈത്ര എന്നുള്ള വ്യക്തി. അപ്പോൾ പുള്ളി എവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന പോലെ ജീവിക്കണമെന്നുള്ള സംഭവം പുള്ളി ഒരു വീഡിയോസിലും പറഞ്ഞൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് കാണിച്ചു തരിക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കാം എന്നുള്ളതാണ്. അപ്പൊ പുള്ളി എന്താണ് പറയുന്നത്, മയക്കുമരുന്ന് എന്താണ് ഇവിടെ എന്ത് ചെയ്യണം, ബാൻ ചെയ്യാൻ പാടില്ല. ഇവിടെ എന്തെങ്കിലും എല്ലാവരും സുലഭമായിട്ട് വിറ്റ് കഴിഞ്ഞാൽ മയക്കുമരുന്ന് ആരും ഉപയോഗിക്കില്ല. അത് അപ്പം ഈ മഹിൽമാർ ആ ഒരു സംഭവം തെറ്റാണ്. അങ്ങനെയല്ല പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞത് മയക്കുമരുന്ന് ബാൻ ചെയ്യരുത്. മയക്കുമരുന്ന് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിമിനൽസ് ഉണ്ടാവും. കാരണം നിരോധിത വസ്തു ഒരു സ്ഥലത്ത് ഒരു നിരോധിത വസ്തു ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഓൾറെഡി അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അഡിക്ഷൻ കൊണ്ടിരുന്ന ആൾക്കാർ അത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതെന്ത് ചെയ്യും, അത് വാങ്ങിച്ച് പിന്നെയും ഉപയോഗിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഇത് നിരോധിത വസ്തു ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് കൂടും. മനസ്സിലായില്ലേ? കാരണം ഓൾറെഡി അതിൻ്റെ സപ്ലൈ കുറഞ്ഞു. നമ്മൾ പഠിച്ചതാണ്, സപ്ലൈ കുറയുമ്പോഴത്തേക്കും ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു വസ്തുവിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവും. സെയിം സംഭവം തന്നെയാണ് ഈ ലഹരി വസ്തുക്കളിലും. ഒരു ലഹരി ഇത് അതിൻ്റെ സപ്ലൈ കുറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ഇത് എത്തിക്കാനായിട്ടുള്ള ഇത് എവിടെ നിന്നാണ് ഈ ഒരു മയക്കുമരുന്നുകൾ എത്തിക്കുന്നത്, ആ ആൾക്കാരുടെ റിസ്ക് കൂടും. കാരണം ഇത് പോലീസ് പിടിക്കാതെ വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
അപ്പം ഇത് കൊണ്ടുവരുമ്പോഴത്തേക്കും എന്താണ് ഇവർ നല്ല സാധാരണ ഒരു ചിലപ്പോൾ ഒരു 500 രൂപയൊക്കെ ഇരിക്കും ചിലപ്പോൾ ഇത് നിരോധിക്കുന്നതിന് മുന്നേ അതിൻ്റെ വിലയെങ്കിൽ ചിലപ്പോൾ അത് ഒരു 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ആൾക്കാർ ഇത് എന്താ പെട്ടെന്ന് കുറേ പണം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് വരികയും ഇവർ മയക്കുമരുന്ന് ഒളിച്ച് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒളിച്ച് കടത്തുന്നവൻ ക്രിമിനലാകും, അല്ലെങ്കിൽ എന്താണ് ഈ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളും ക്രിമിനലൈസ് ചെയ്യപ്പെടും. അപ്പോൾ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, നിരോധിക്കുകയല്ല വേണ്ടത്, നിയന്ത്രിതമായിട്ട് അത് വിൽക്കേണ്ടതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലഹരി വസ്തുക്കളാണ് മദ്യവും സിഗരറ്റും. അത് നിയന്ത്രിതമായിട്ടാണ് വിൽക്കുന്നത്, മനസ്സിലായില്ലേ? അതിൻ്റെ പല ഔട്ട്ലെറ്റുകളും അതിൻ്റെ പല കണക്കും എടുത്ത് അതിൻ്റെ വിവരശേഖരണം നടത്തി എന്തോരം സ്റ്റോക്ക് വരുന്നു അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വിൽക്കുന്നത്. അതേപോലെ തന്നെ അത് എന്താണ് നിയന്ത്രിക്കാൻ വേണ്ടി, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പോലീസുകാർ നോക്കുന്നുണ്ട്. ഇത് മദ്യപിച്ച ആൾക്കാർ വാഹനം ഓടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുന്നുണ്ട്. ഇതിൽ സുലഭമായിട്ട് വിൽക്കണം എന്നുള്ള സംഭവം എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞതിൻ്റെ റീസൺ ഇതാണ്, കൺട്രോൾഡായിട്ട് അത് കൊടുക്കണം എന്നുള്ള സംഭവം അത് പറഞ്ഞത് ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതേപോലെ ക്രിമിനലൈസ് ചെയ്യുന്നൊരു അപകടം അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? കാരണം ഇത്രയും കൊല്ലമായിട്ടും ഈ ലഹരി വസ്തുക്കൾ ഇങ്ങോട്ട് വരണതിൽ കുറവൊന്നുമില്ല, ഡെയിലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി വരെ ചെയ്യും. ഒരു സാധനം ഡിമാൻഡ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടി നോക്കും. പെട്ടെന്ന് കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്ക ആൾക്കാർ എത്തിക്കാൻ വേണ്ടി നോക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. എന്ത് ചെയ്യണം, ബാൻ ചെയ്യാൻ പാടില്ല, ഇവിടെ എന്തെങ്കിലും എല്ലാവരും സുലഭമായിട്ട് വിറ്റ് കഴിഞ്ഞാൽ മയക്കുമരുന്ന് ആരും ഉപയോഗിക്കില്ല. അത് അപ്പം ഈ മഹിൽമാരെ പറയുന്നത് കറക്റ്റാണ്. പുള്ളി അത് വാങ്ങിച്ച് കഴിക്കില്ലായിരിക്കും, പക്ഷെ പുള്ളിയുടെ ബോധമുള്ളവരല്ല, അല്ലെങ്കിൽ പുള്ളി ചിന്തിക്കുന്നത് പോലുള്ളവരല്ല ഈ സമൂഹത്തിൽ കൂടുതൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പുള്ളിക്ക് കഴിയുന്നില്ല. പുള്ളി എന്താണോ ചിന്തിക്കുക അതേ രീതിയിൽ മറ്റുള്ളവരും ചിന്തിക്കും എന്നൊരു തെറ്റിദ്ധാരണ പുള്ളിക്കുണ്ട്. അത് അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ ഈ സംഭവങ്ങൾ ഗവൺമെന്റ് കൺട്രോളിലായിട്ട് അത് കൊടുക്കുമ്പോഴത്തേക്കും അത് വാങ്ങിച്ചുപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളെയും സ്കൂൾ ലെവൽ മുതലും അല്ലാത്ത ഇതിലുള്ള ആൾക്കാരെ നമ്മൾ ബോധവൽക്കരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കാര്യം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് നമ്മളുടെ ശരീരത്തെ ബാധിക്കുന്നത്, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു അവയർനെസ് അല്ലെങ്കിൽ ആ ഒരു ബോധവൽക്കരണം ചിലപ്പോൾ ഒരു സിനിമ പോലെയൊക്കെ കാണിച്ചിട്ട് നമ്മളുടെ മൈൻഡ് നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യണം, മനസ്സിലായില്ലേ? ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്തോരമാണ് നമ്മളുടെ ബോഡിക്ക് ബാധിക്കുന്നത്, നമ്മളുടെ മൈൻഡ് എന്തോരം ബാധിക്കും, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സൊസൈറ്റിനോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്തുള്ള മക്കളെയോ ഭാര്യനോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെയോ ഫ്രണ്ട്സിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ബാധിക്കുന്നത്, നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ഒറ്റപ്പെട്ടു പോകാം എന്നുള്ള സംഭവങ്ങൾ ആൾക്കാരെ അവയർനെസ് ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഓരോ ലഹരി വസ്തുക്കളും എന്തോ ആയിക്കോട്ടെ അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സേഫായിട്ടുള്ളൊരു അളവ് എത്രയാണ്, അത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് പറ്റാം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ ഗവൺമെൻറ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇത് നിരോധിച്ചിട്ട് ഈ സംഭവം ഇതൊരു ഇല്ലാതായിട്ടില്ല. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അളവ് കുറയുകയോ അല്ലെങ്കിൽ ഇത് പിടിക്കപ്പെടുന്നതിൻ്റെ എണ്ണം കുറയുകയില്ല. എപ്പോഴും കൂടുതൽ അളവിൽ ഇത് പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഡെയിലി ക്രിമിനലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിരോധിത വസ്തു ഉപയോഗിച്ചതിൻ്റെ പേരിൽ. ഒരു നിയമം വരുമ്പോഴത്തേക്കും അത് ഗുണകരമായിട്ട് സമൂഹത്തിന് മാറേണ്ട ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ നോക്കുകയാകുമ്പോഴത്തേക്കും ഇതേവരെ അതിൽ അത്ര ഒരു ഗുണപരം ഉണ്ടായിട്ടില്ല. കൂടുതൽ ആൾക്കാർ പിന്നെ ക്രിമിനലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് മൈത്രേയൻ പറഞ്ഞതിനോടാണ് യോജിപ്പ്. അത് പറഞ്ഞ കാര്യങ്ങൾ ഈ രാജാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അഖിൽമാർ ആണെന്നുണ്ടെങ്കിലും പല വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവർ അത് റിസീവ് ചെയ്തിരിക്കുന്നതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പുള്ളി അഖിൽമാർ അതിനകത്ത് പറയുന്നുണ്ട്, ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് പുള്ളിയെ മടക്കി കെട്ടി അവിടെ ഇരുത്തുമായിരുന്നു എന്ന് പറഞ്ഞത്. അതാണ് പ്രശ്നം. കാരണം ഒരു ചർച്ച വരുമ്പോഴത്തേക്കും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെയെങ്കിലും മടക്കി കെട്ടിയിരുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ പുള്ളി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അത് ഏത് സോഴ്സിൽ നിന്നിട്ടാണ് പുള്ളി പറയുന്നത്, എങ്ങനെ എന്ത് ഒരു പ്രശ്നം അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ പറയുന്നതെന്നൊന്നും നോക്കുന്നില്ല. ഡിബേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അടിച്ചമർത്തണം എന്നുള്ള സംഭവത്തിൽ വരുന്നത്. അതിനാണ് നമ്മൾ ജനകീയ കോടതിയിൽ കണ്ടത്. മൈത്രേയൻ ആ ഒരു ഇതിൽ വന്നത്, ആ ഒരു പ്രോഗ്രാമിൽ വന്നത് 2 കൈ വീശിയാണ് വന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ വന്നത് ലാപ്ടോപ്പും പിന്നെ വേറെ എന്തോ പ്രിന്റഡ് പേപ്പറൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലാണ്ട് നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. 2 പേർക്ക് 2 ഭാഗങ്ങൾ പറയാം. പക്ഷെ ഇത് മറ്റൊരാൾ പറയുന്ന ഒരു ആശയത്തിന് മനഃപൂർവ്വം അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ നോക്കാണ്ട് ജസ്റ്റ് അയാൾ ജയിക്കണം എന്നുള്ള ആ ഒരു വ്യക്തിനെ ജയിക്കണമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു ചർച്ച പോയിട്ടുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതിൽ നമുക്ക് രാഹുൽ ഈശ്വറിൻ്റെ
എന്താ പറയുക, ആ ഒരു ചർച്ചയിലുള്ള പുള്ളിയുടെ പെരുമാറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഹാഷ്മി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൗണ്ടർ അടിക്കാനൊക്കെ അറിയാവുന്ന വളരെ നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ഈ ഹാഷ്മി. ബാക്കി കേൾക്കാം. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിന്റെ കേസ് പറയുന്നുണ്ട്. H2O, അതായത് കെമിക്കൽ, എല്ലാം കെമിക്കലാണ്. പക്ഷെ അവിടെ വെള്ളവും കെമിക്കലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്ട് 99% സംഭവങ്ങളും കെമിക്കൽ തന്നെയാണ്. പക്ഷെ ഏതൊക്കെ കെമിക്കൽ അകത്ത് പോയാലാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷം, അതാണ് നമുക്കിവിടെ പറഞ്ഞു മനസ്സിലാക്കുക. അല്ലാതെ വെള്ളം അവിടെ അത് പറയുമ്പോഴത്തേക്കും അതായത് ഈ രാജ് എന്ന് പറഞ്ഞ പുള്ളിയും അതേപോലെ തന്നെ അഖിൽമാരൻ പറയുന്നത് H2O മറ്റുള്ള ഈ ഒരു നിരോധിത വസ്തുക്കളെ പോലെ കെമിക്കൽ അല്ലേ എന്നുള്ള സംഭവത്തിൽ പെടുത്താൻ പറ്റില്ലെന്നുള്ളത് പറയുന്നുണ്ട്. അതവിടെ മൈത്രയും പറയുന്നത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൈത്രയും യുദ്ധത്തിനെ പറ്റി പറയുന്നുണ്ട്. യുദ്ധത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും അത് യുദ്ധമല്ലേ എന്നുള്ള രീതിയിൽ ഹാഷ്മി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? യുദ്ധം എന്ന് പറഞ്ഞാൽ എന്തൊരു നോർമൽ സംഭവമായിട്ട് ഹാഷ്മി പറയുന്നുണ്ട്. അപ്പോൾ മയക്കുമരുന്ന് മരിക്കുമ്പോഴത്തേക്കുള്ള ആൾക്കാരുടെ അത് ബാധിക്കുന്ന എണ്ണത്തിനേക്കാൾ, അല്ലെങ്കിൽ മയക്കുമരുന്ന് വലിച്ചിട്ട് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് ഒരു യുദ്ധത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മയക്കുമരുന്ന് എന്തോ ഒരു വലിയ സംഭവം, അതിനേക്കാളും ഒട്ടും ലെവലല്ലാത്ത, അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയൊരു സംഭവമായിട്ടാണ് യുദ്ധത്തിന് അവിടെ ഹാഷ്മി പോർട്രേറ്റ് ചെയ്യുന്നത്. മയക്കുമരുന്ന് എന്താ ഒരു അബ്നോർമൽ ആയിട്ടുള്ള സംഭവം, അതേപോലെ തന്നെ യുദ്ധം നോർമലായിട്ടുള്ള സംഭവമായിട്ടാണ് ഹാഷ്മി ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ആ ഒരു ചിന്താഗതി പൊളിക്കാൻ വേണ്ടിയിട്ടാണ് മൈത്രൻ ചോദിക്കുന്നത്, എന്താണ് H2O, വെള്ളം എന്ന സംഭവം കെമിക്കലല്ലേ, അത് H2O അല്ലേ എന്ന് പറയുന്നത്. അത് യുദ്ധവും മയക്കുമരുന്ന് കുറച്ചും കൂടി അത്രയും വലിയ, മയക്കുമരുന്ന് ഭയങ്കര വലിയ സംഭവം, യുദ്ധവും മയക്കുമരുന്നിൻ്റെ അത്രയും ഇല്ല എന്നുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് മൈത്രേൻ അത് അങ്ങനെ H2O കെമിക്കലാണെന്നുള്ളത് പറഞ്ഞത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കെമിക്കൽ അല്ലേ, അപ്പൊ വെള്ളം കുടിക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ട് MDMA കഴിച്ചുകൂടാ, അത് കെമിക്കലാണല്ലോ എന്ന് പറയുന്ന ന്യായീകരണം, ഈ പുള്ളിയുടെ കുറെ ന്യായീകരണം ഉപമയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ബാക്കി അപ്പൊ അത് എന്താണ്, വെള്ളം കെമിക്കലല്ലേ, മറ്റേത് കെമിക്കലല്ലേ എന്നുള്ള സംഭവം ന്യായീകരണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ ഈ യുദ്ധം കാരണം ആൾക്കാർ മരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ മയക്കുമരുന്ന് കാരണം ആൾക്കാർ മരിക്കുന്നുണ്ട്. യുദ്ധം കാരണമാണ് കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്, കൂടുതൽ പാവപ്പെട്ട ആൾക്കാർ മരിക്കുന്നത്. അതിനോട് ഒട്ടും ബന്ധമില്ലാത്ത ആൾക്കാർ, അറ്റ്ലീസ്റ്റ് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യുദ്ധം വരുമ്പോഴത്തേക്കും ആ യുദ്ധത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ കൂടി മരിക്കുന്നുണ്ട്, പാവപ്പെട്ട ജനങ്ങൾ മരിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പറയൂ യുദ്ധമാണ് അല്ലെങ്കിൽ മയക്കുമരുന്നാണ് യുദ്ധത്തിനേക്കാളും ഏറ്റവും അപകടം പിടിച്ച സംഭവം എന്ന് പറയും? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവമാണ് പറയുന്നത്. നമ്മൾ ഒരു സൈഡിൽ കൂടി നമ്മൾ ഈ യുദ്ധത്തിന് വേണ്ടി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ തോക്ക് ഉണ്ടാക്കുന്നത്, അല്ലാതെ അത് വെച്ചിട്ട് വേറെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ലേ തോക്ക് ഉണ്ടാക്കുന്നത്? ആ കാര്യമായി തന്നെ ചോദിക്കുന്നുണ്ട്. തോക്ക് കൊടുത്തിട്ട് സ്നേഹിക്കാൻ പറഞ്ഞാൽ അത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ മയക്കുമരുന്ന് നിരോധിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിരോധിക്കണം. അതേപോലെ ഇതിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവും കൂടി ഉണ്ട്. അത് നിരോധിക്കുമ്പോഴത്തേക്കും ക്രിമിനലായിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഇനി ഒരാളെ നമുക്ക് ക്രിമിനലാക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അയാൾ അറിയാതെ അയാളുടെ ബാഗിൽ ഈ സംഭവം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സൈസിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് വേണമെങ്കിൽ ക്രിമിനലാക്കാം. അങ്ങനത്തെ സംഭവങ്ങൾ നാർക്കോട്ടിക്സ് ആക്ട് പ്രകാരം ഒരു അളവിന് മേളിൽ സംഭവം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആൾ പിന്നെ അകത്താവും കുറേ നാളത്തേക്ക്, ചിലപ്പോൾ ജാമ്യം പോലും കിട്ടിയെന്ന് വരില്ല. അങ്ങനത്തെ കുറേ അപകടങ്ങളൊക്കെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കിത് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറക്കുക എന്നുള്ളതാണ്. അതുപോലെ കൺട്രോൾഡായിട്ട് ഈ സംഭവങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് വലിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ക്രമാതീതമായിട്ട് ആൾക്കാരെ ബോധവൽക്കരിപ്പിച്ച് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. ഒരിക്കലും ഈ സംഭവങ്ങൾ ഇല്ലാതാവുകയില്ല, മനസ്സിലായില്ല? എത്ര അവയർനെസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ട് അവരുടെ ജീവിതം വളരെ വിനാശകരമായിട്ടുള്ള രീതിയിൽ പോവുകയുണ്ടാവും. ഒരിക്കലും അത് മാറാണ്ട് പോകണില്ല. എപ്പോഴും കുറച്ച് ആൾക്കാർ ഇതേപോലെ ഉണ്ടാവും.